മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഉള്ളപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ഓർത്ത് കരയാൻ പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. വിശ്വാസം കണ്ടെത്താൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ, ഈ തലമുറയുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് സ്തോത്രകാഴ്ച ഇടുന്നൊക്കെ ചോദിക്കുന്ന തലമുറകളുള്ള ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉണർന്ന് പ്രാർത്ഥിക്കുക, ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ തലമുറ ദൈവത്തെ അറിഞ്ഞു തന്നെ ജീവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആമേൻ. അതുകൊണ്ട് വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. 2 വേദഭാഗങ്ങൾ ഇന്ന് രാത്രി നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാനുണ്ട്. ആദ്യത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ വാക്യം അതേ അധ്യായത്തിൻ്റെ തന്നെ 17-ാമത്തെ വാക്യം. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകും. 3:14 ഇവിടെ പറയുന്നുണ്ട്. 3:14. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വചനം വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് അന്തമില്ലാത്ത വംശാവലികളെ ശ്രദ്ധിക്കരുതെന്നാണ്. ഞാൻ വംശാവലിയുടെ കാര്യം പറയാനല്ല, പക്ഷെ ആദ്യത്തെ വാക്യം വളരെ ചിന്തിക്കത്തക്ക അർത്ഥവത്താക്കിയ ഒരു വാക്യമാണ്. ആദ്യത്തെ വാക്യം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്നൊരു ഭാഗം എഴുതിയിരിക്കും. എന്നിട്ട് 17-ാം വാക്യത്തിൽ അബ്രഹാം മുതൽ എന്ന് തുടങ്ങിയ ലാസ്റ്റിൽ വന്നു നിൽക്കുന്നത് യേശുക്രിസ്തുവിലാണ്. അതിനിടയ്ക്കൊരു പ്രവാസത്തിൻ്റെ കാര്യം കൂടെ പറയും. എനിക്ക് നിങ്ങൾക്കും അറിയാം, അബ്രഹാമിന് തലമുറ ഇല്ലായിരുന്നു ഏറിയ കാലം എന്നുള്ള വസ്തുത നമുക്കറിയാം. എന്നാൽ ഈ വംശാവലി എഴുതി വന്നപ്പോൾ, അബ്രഹാമിൽ തുടങ്ങി യേശുക്രിസ്തുവിൽ അവസാനിക്കുന്ന വംശാവലി എഴുതി വന്നപ്പോൾ വളരെ വ്യക്തമായി 14 എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ഇതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. വളരെ ചിന്തിക്കണം. തലമുറ ഉണ്ടാകുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. ഈ അബ്രഹാമിന് ഇസഹാക്ക് എന്നൊരു തലമുറയ്ക്കപ്പുറം യേശുക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ഭൂമിയിലെ ജനനത്തെക്കുറിച്ച് ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചെന്ന കാലസമ്പൂർണത വന്നപ്പോൾ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ള ദൈവിക പദ്ധതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അബ്രഹാം ഉണ്ടായ ശേഷം തുടങ്ങിയതല്ല. പക്ഷെ അബ്രഹാമിനെയാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തലമുറ ഇല്ലാതെ. ആമേൻ. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ കൂടെയാണ് യേശുക്രിസ്തുവിനെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് തലമുറയില്ല. ശ്രദ്ധിച്ചു നോക്കുക. അവിടെ അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ, ആ തലമുറകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വായിക്കും. അപ്പോൾ 17-ാം വാക്യത്തിനുണ്ട് പ്രവാസത്തോളം 14 തലമുറ. പ്രവാസം കഴിഞ്ഞിട്ട് ഇവിടെ വായിക്കുന്നു ക്രിസ്തുവിനോളം 14 തലമുറ. അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആബ്രഹാമിന് തലമുറ ഇല്ലാതിരിക്കുന്നു, ഈ തലമുറ പ്രവാസത്തിലേക്ക് പോകുന്നു. എന്നാൽ ഈ പരിപാടിയെല്ലാം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് യാതൊരു കോട്ടവും വന്നില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്യം പറഞ്ഞത്. ആമേൻ. ദൈവത്തിൻ്റെ ബദലിൽ നീയും നിന്റെ തലമുറയും ദൈവിക പദ്ധതിക്കകത്തുണ്ടെങ്കിൽ അവരെ വഴിയടയ്ക്കുകയോ നന്മയടയ്ക്കുകയോ തലമുറ ഇല്ലാതാക്കുകയോ ചെയ്യാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നീയും നിന്റെ തലമുറയും ഉണ്ടെങ്കിൽ ഇനി പിശാച് അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടുന്ന് മടക്കിക്കൊണ്ടുവന്ന് ആ തലമുറയിൽ കൂടെ തന്നെ യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ
ദൈവത്തിന് കഴിയും അല്ലെ കഴിഞ്ഞു എന്നുള്ളത് വിശ്വസിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ ചരിത്രം ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങളുടെ തലമുറ ഇന്ന് ആരാധിക്കുന്നവനോ ആരാധിക്കാത്തവളോ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത, കർത്താവിനോട് ചേർന്ന് നിൽക്കാത്ത, ആത്മീയത്തിൽ വളരാത്ത ഒരു തലമുറ നിനക്കുണ്ടായിരിക്കാം. ഭാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിലേക്ക് പോയ തലമുറയെ മടക്കിക്കൊണ്ടുവന്ന് അവരിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയെങ്കിൽ, പൗലോസ് പറയുന്നുണ്ട്, എന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ എന്ന് പറഞ്ഞതുപോലെ, കൊണ്ടുപോയ ജനത്തെ, പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയതിനെ, ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആത്മീയ ബന്ധമില്ലാതെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതിനെ മടക്കിക്കൊണ്ടുവന്ന് അവരിലൂടെ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ പിതാവാം ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ പിതാവാം ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ചില തലമുറകളുടെ പോക്ക് വിശ്വാസമില്ലാതെ, ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ പുറകോട്ടാണെങ്കിൽ ഒട്ടും ഭാരപ്പെടരുത്. ഓർത്ത് സ്തോത്രം ചെയ്യുകയും അവരെ നോക്കി ചിരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ കുടുംബവും ദൈവിക പദ്ധതിക്കകത്താണ് എന്നുള്ള കാര്യം ഉറപ്പിക്കണം. അത് നീ ഉറക്കി ദൈവത്തിൻ്റെ പൈതലെ. 25 വർഷമല്ല, 30 വർഷമല്ല, 55 വർഷം തടഞ്ഞു വെച്ചാലും, ഏറിയ വർഷങ്ങൾ പൊരുതിയാലും പോരാടിയാലും അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ, തലമുറ ഉണ്ടാകും നിശ്ചയം. അത് 14 തലമുറയുടെ കണക്ക് പറയുന്നു. പിന്നത്തെ ഒരു 14 തലമുറയുടെ കണക്ക് പറയുന്നു. പിന്നത്തെ ഒരു 14 തലമുറയുടെ കണക്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ലോകത്തിൻ്റെ മുമ്പിൽ നിർത്തുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് എന്തെങ്കിലും കോട്ടം വന്നോ? ആ തലമുറയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. യഹൂദയുടെ തലമുറയിൽ നിന്നാണല്ലോ അടുത്ത ജന്മം വരുന്നത്. ആ യഹൂദ എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ കടന്നുപോയി, എന്തെല്ലാം മരണങ്ങൾ അവിടെ ഉണ്ടായി. സ്തോത്രം. രൂത്തിന്റെ ചരിത്രം നമുക്കറിയാം. ആ വീട്ടിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഭൂമിയിൽ അവതരിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത കുടുംബത്തിൽ അബ്രഹാമിന്റെ ചരിത്രം, ഇസ്ഹാക്കിന്റെ ചരിത്രം, യാക്കോബിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഈ കുടുംബങ്ങളെല്ലാം പല പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി, പല പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയി. അവിടെയൊക്കെ തലമുറകൾക്ക് പ്രശ്നമുണ്ടായി. പിന്നീട് ഈ തലമുറകളെ മുഴുവൻ കൊണ്ടുപോയി ബാബേൽ പ്രവാസത്തിലാക്കി. മിസ്രൈമെ അടിമത്തം വന്ന് അവിടുന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. പിന്നെ കാണുന്നു ബാബേൽ പ്രവാസം കാണുന്നു. എവിടെയൊക്കെ ഒതുക്കി വെക്കാം, എവിടെയൊക്കെ പിടിച്ചു വെക്കാം, അവിടെയൊക്കെ ഈ തലമുറകളെ കൊണ്ടുപോയി ഒതുക്കിയെങ്കിലും അവിടുന്നെല്ലാം ദൈവം തൻ്റെ ജനത്തെ മടക്കി വരുത്തി, ആ തലമുറകളെ മടക്കി വരുത്തി അവൽ കൂടെ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി ദൈവിക പദ്ധതി പൂർത്തീകരിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, തലമുറ ഇല്ലാത്തവർ ഭാരപ്പെടാതിരിക്കും. ദൈവം നിനക്ക് തലമുറയെ തരും. നിന്റെ തലമുറകളെ ഓർത്ത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത്, അവരുടെ ജീവിതം ഓർത്ത്, അവരെ ആരാധന ഇല്ലായ്മയെ ഓർത്ത്, അവരെ ആത്മീയമില്ലായ്മ ഓർത്ത് ഭാരപ്പെടുന്ന ഒട്ടും ഭാരപ്പെടേണ്ട. പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നൊരു ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. ആമേൻ. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെയും എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ ഇഷ്ടം നിങ്ങൾക്കൂടെ നിവർത്തിക്കും എന്ന് എഴുതി വച്ചിരിക്കുന്നു. ആമേൻ. ഇനി തലമുറയല്ല, നിങ്ങളാണോ കുറച്ച് പുറകോട്ട് നിൽക്കുന്നത്? നിങ്ങളെയും മടക്കി വരുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾക്കൂടെ ചെയ്തെടുക്കും എന്നീ വാക്യം പറയുന്നു. എബ്രായർ 13:20. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ പോലെ നമ്മളും അതിനകത്ത് ധൈര്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിന്നെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് ഒരിക്കലും കോട്ടം വരികയില്ല. നീ ഉപവസിച്ചാലും കൊള്ളാം, നീ പ്രാർത്ഥിച്ചാലും കൊള്ളാം, പ്രാർത്ഥിച്ചില്ലേലും കൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കാൻ ലൈസൻസ് തരികയല്ല, പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, ഏതവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയാൽ, എത്ര വലിയ പോരാട്ടങ്ങൾ നടുവിലായിരുന്നാലും, ദൈവത്തിൽ നിന്ന് എത്ര അകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും, ആമേൻ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് കോട്ടം വരുന്നില്ല.
പത്രോസിനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് നമുക്കറിയാമല്ലോ. കർത്താവ് ഇറങ്ങിച്ചെന്നവനെ മടക്കി കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ടെ. തലമുറ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. അവർ നാളെ ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് സ്തോത്രം ചെയ്താട്ടെ. അവരിൽ ക്രിസ്തു വെളിപ്പെടും എന്നുള്ളതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. നമ്മളെക്കാൾ ശക്തമായി അവർ കർത്താവിൻ്റെ വേല ചെയ്യും എന്നുള്ളവർക്ക് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോഴത്തെ പ്രതിസന്ധി നോക്കി, ഇപ്പോഴത്തെ അവസ്ഥ നോക്കി വിലയിരുത്തരുത്. അത് സാത്താൻ്റെ തന്ത്രമാണ്, സാത്താൻ്റെ പരിപാടിയാണ്. നിന്നെ വെറുതെ കരയിപ്പിക്കുക, നിന്നെ വെറുതെ ഭാരപ്പെടുത്തുക. അത് സാത്താൻ്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. നീ അതിന് വഴിപ്പെടരുത്, നീ അത് വിശ്വസിക്കരുത്, അവൻ്റെ ഫോഷ്ക്ക് വിശ്വസിക്കരുത്, അവൻ പറയുന്ന അവൻ്റെ തന്ത്രങ്ങൾ വിശ്വസിക്കരുത്. ഈ വചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ആമേൻ. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ആമേൻ. അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചെങ്കിൽ നിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു ഹിസ്റ്ററി പറയാനുണ്ടാവും. വിശ്വസിച്ചോട് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കൊച്ചുമകനെക്കുറിച്ചൊരു ഹിസ്റ്ററി പറയാനുണ്ടാവും. മക്കളുടെ 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 ഹിസ്റ്ററി പറയാനുണ്ടാവും. കാരണം ഈ ദൈവം തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പേര്. ഞാൻ ഒത്തിരി വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചുരുക്കി പറയാൻ ആഗ്രഹിക്കും. മിസ്രൈമിൽ അടിമകളായിരുന്ന ജനത്തിന് ഒരിക്കലും ഇവിടുന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് ചിന്തിച്ചതല്ല. ആ ജനം പുറത്തു വന്നില്ലേ? ഹല്ലേലൂയ. ബാബേൽ പ്രവാസത്തിൽ അടിമകളായിരുന്നവർ, ഒരു പ്രവാസങ്ങൾ ഒത്തിരിയുണ്ട്, അവരെ കഷ്ടത ഒത്തിരിയാണ്. ഈ ഗ്രേറ്റ് റെവല്യൂഷൻ മഹാപീഠകൾക്കൂടെയൊക്കെ കടന്നുപോയവർ ആണ് ഈ ജനം. എന്നാൽ അവരെ മടക്കി വരുത്തി. ആ ഭാഗമൊക്കെ നമ്മൾ യശയ്യാപ്രവചനത്തിലൊക്കെ വായിക്കുമ്പോൾ തകർന്നുപോയ ഇടിഞ്ഞു കിടക്കുന്ന സിയോനെ കണ്ടപ്പോൾ തമ്പുരാൻ കരഞ്ഞെന്നാണ്. അതിൻ്റെ കല്ലുകളോട് ദൈവത്തിന് അലിവ് തോന്നിയെന്നാണ്. ആ തകർച്ച കണ്ട് ദൈവം അലിവ് തോന്നിയിട്ട് അതിനെ പണിയാൻ തീരുമാനിച്ചുവെങ്കിൽ ഓർക്കുക ദൈവത്തിൻ്റെ പൈതലേ, അവസാനത്തെ കല്ലൂടെ ഇടിച്ചു കളഞ്ഞ, അടിസ്ഥാനം വരെ ഇടിച്ചു കളഞ്ഞ അവൻ സിയോനെ തമ്പുരാൻ പണിതെങ്കിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ പൈതലേ, എന്തു വേണമെങ്കിലും ശത്രു ചെയ്തോട്ടെ, എന്ത് ആവിചാരങ്ങളോ അസൂയകളോ പോരാട്ടങ്ങളോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ പിശാച് അഴിച്ചു വിട്ടോട്ടെ, ഇനി അത് മൈൻഡ് ചെയ്യരുത്, അത് നോക്കണ്ട. ഇതിലേക്ക് നോക്കുക. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ പ്രവാസം വരെ, പ്രവാസം മുതൽ ക്രിസ്തു വരെ. ആമേൻ. 14 അങ്ങനെ യേശുക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു പിതാവാം ദൈവം, എൻ്റെ ദൈവം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ആമേൻ. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അവൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും. എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിയാകും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. തലമുറ തലമുറയായി ഞങ്ങൾ ദൈവത്തെ സേവിക്കും എന്ന് വിശ്വാസത്തോടെ പറയണം. അവരങ്ങനെ നിൽക്കുന്ന കണ്ടേച്ചല്ല, അവരിപ്പോൾ ദൈവത്തിൽ നകന്ന് നിൽക്കുന്ന കണ്ടേച്ച് വേണം പറയാൻ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അവരെ ആത്മീയമോർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അവരെ ആരാധന വിഷയമോർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ശക്തിയോടെ ദൂത് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന പ്രകാശനം ഞാൻ വിളിച്ചു പറയുന്നു, ഒരിക്കലും അങ്ങനെ തകർന്നു പോകത്തില്ല. ഒരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. തിമോത്തിയോസിനോട് പറയുമ്പോൾ പൗലോസ് പറയുന്നു, നിന്റെ വലിയമ്മയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, നിന്റെ അമ്മയിൽ വിശ്വാസമുണ്ട്, നിന്നിലും ഈ വിശ്വാസമുണ്ട്. 3 തലമുറ മേൽ പകരപ്പെട്ടൊരു വിശ്വാസത്തിൻ്റെ കണക്ക്, വിശ്വാസത്തിൻ്റെ ലെവൽ പൗലോസ് എടുത്തു പറയും. ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ തലമുറയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അതിൻ്റെ അടുത്ത തലമുറയിൽ ഈ വിശ്വാസത്തിൻ്റെ പവർ, വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ബലം നിൽക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ആമേൻ. അങ്ങനെ വിശ്വസിപ്പാൻ കഴിയുമോ? ഞാൻ ആ വചനഭാഗം കണ്ടപ്പോൾ വായിച്ചപ്പോഴൊക്കെ വിശ്വസിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഏതവസ്ഥയിൽ കൂടെ കടന്നു, ഏത് കെട്ട്, ഏത് ബന്ധനം, ഏത് പോരാട്ടം,
ഏത് അവിശ്വാസം, ഏത് ദുരുപദേശം, ഏത് അനുഭവത്തിലായിക്കോട്ടെ, ദൈവിക പദ്ധതി നിന്നെക്കുറിച്ചുണ്ട്, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുണ്ട്, നിൻ്റെ കൊച്ചുമകനെക്കുറിച്ചുണ്ട്. നിശ്ചയമായി മടങ്ങിക്കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ചെയ്യാവുന്ന എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഈ ലോകം ചെയ്യാവുന്ന എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഈ ലോകത്തിൻ്റെ പ്രഭുവിന് ചെയ്യാൻ പറ്റുന്ന എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ജയിക്കയില്ല. അവൻ തോറ്റുപോകും, അവൻ്റെ തന്ത്രങ്ങൾ തോറ്റുപോകും. നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, യോസേപ്പില്ല, ശിമയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും എന്നൊരിക്കൽ യാക്കോബ് സാഹചര്യത്തിൽ പറഞ്ഞു. തൻ്റെ സാഹചര്യം അതാ. പക്ഷെ തമ്പുരാൻ അവിടെ വിട്ടില്ല. തമ്പുരാൻ അവിടെ അവനെ വിട്ടില്ല. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കാണുന്നത് യോസഫിൻ്റെ മക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു യാക്കോബിനെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യോസേപ്പിൻ്റെ മക്കളുടെ തല എന്ന് പറഞ്ഞാൽ തൻ്റെ കൊച്ചുമക്കളുടെ തലയിൽ കൈവച്ച് യാക്കോബ് പ്രാർത്ഥിച്ചു. എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. ഇന്ന് തലമുറ ഇല്ലാത്തവൻ, ഇല്ലാത്ത കുടുംബം പറയണം, എൻ്റെ കൊച്ചുമകൻ്റെ കയ്യിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയണം. ഹല്ലേലൂയ. അങ്ങനെ പറയാനുള്ള വിശ്വാസം നമുക്കില്ല, എനിക്കില്ല. പിന്നെ അങ്ങനെ കൊച്ചുമകൻ ഉണ്ടാകുന്നുള്ള ചിന്തയാണ്. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ഈ തലമുറകൾക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയിൽ ചിലർ പങ്കെടുക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുക. അവരോട് ചോദിച്ചുമില്ല, അവരെന്നോട് പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, എനിക്ക് തലമുറയില്ലല്ലോ, പിന്നെ ഞാനെന്തിനു പ്രാർത്ഥിക്കാൻ? അതുകൊണ്ടായിരിക്കും ചിലർ ഈ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കുന്നത്. പലപ്പോഴും ഞാൻ കണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. പുസ്തകം പഠിച്ചാൽ ആബ്രഹാം തലമുറ ഇല്ലാതിരിക്കുമ്പോഴാണ് കൊട്ടാരത്തിൽ പോയി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അടുത്ത അധ്യായത്തിൽ അബ്രഹാമിന് തലമുറ ഉണ്ടായി എഴുതിയിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കുണ്ടായിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വിടുതലില്ലാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ. അതാണ് പൗലോസ് പറഞ്ഞത്. ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ സമ്പന്നരാകും. ഞങ്ങൾ രോഗത്തിലും കഷ്ടത്തിലും ഇരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ സൗഖ്യമാകും. പൗലോസ് പലപ്പോഴും സൗഖ്യം കർത്താവിനോട് ചോദിച്ചിട്ട് കൊടുത്തില്ല, പക്ഷെ അദ്ദേഹത്തിന് നെഴുകെട്ടി രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്. നമ്മളെന്താ പറയുന്നത്? എനിക്ക് കിട്ടട്ടെ എന്നിട്ട് ഞാൻ പറയാം, എനിക്ക് കിട്ടട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം. അങ്ങനെ അല്ല. വേദപുസ്തകത്തിൻ്റെ ഉപദേശം അങ്ങനല്ല. അത് ലോകപ്രകാരമുള്ള ഉപദേശം. പുസ്തകത്തിലെ സത്യവേദപുസ്തകത്തിൻ്റെ ഉപദേശം അങ്ങനെയല്ല. നിനക്ക് കിട്ടാതിരിക്കുമ്പോഴും നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, നിനക്ക് സൗഖ്യമില്ലാതിരിക്കുമ്പോഴും രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്. അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം, ഒരു ദൈവഭക്തൻ്റെ ലക്ഷണം. നോക്കുക, ആബ്രഹാം തലമുറകളില്ലാതിരിക്കുന്ന കൊട്ടാരത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവരുടെ ഗർഭഫലത്തെ തുറന്നു എന്ന് ബൈബിൾ എഴുതിയിരിക്കും. നിശ്ചയമായിട്ടും ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലെ, ദൈവവരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ ഇല്ലായ്മകളെ ചിന്തിക്കേണ്ട, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളെ ചിന്തിക്കേണ്ട, നിന്റെ തലമുറ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിക്കേണ്ട, കെട്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ ചിന്തിക്കേ വേണ്ട. നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ യോസേപ്പില്ല, ശിമിയോനില്ല, ബെന്യാമിനെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ യാക്കോബ് കൊച്ചുമക്കളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുവെങ്കിൽ നിന്നെ കാണും ഞാൻ വിചാരിച്ചില്ല, നിന്റെ തലമുറയെ കൂടെ കാണാൻ പറ്റി എന്ന് പറഞ്ഞൊരു യാക്കോബുണ്ട്. എത്ര ശ്രേഷ്ഠമായ കാര്യം! വിശ്വസിച്ചാമയം പറഞ്ഞാട്ട്, കൊച്ചുമക്കളെ കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്ത് ദൈവത്തെ വാഴ്ത്തുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, എൻ്റെ തലമുറ കർത്താവിൻ്റെ വേല നിൽക്കുന്നത് ഞാൻ കാണുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, എൻ്റെ തലമുറ ക്രിസ്തുവിനെ ഉയർത്തുന്നത് ഞാൻ കാണുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. പ്രവാസത്തിൽ നിന്ന് ആ ജനത്തെ മടക്കി കൊണ്ടുവന്ന് അവരിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയെങ്കിൽ, ആമേൻ. ഇന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാതെ അകന്നു നിൽക്കുന്നതിൻ്റെ തലമുറയിൽ ക്രിസ്തു വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താട്ടെ. ഈ വാക്യമൊക്കെ അതിനെഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു വാക്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ വചനം കേട്ട സകല പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി
പ്രവാസത്തിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവന്ന് അവരിൽ കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയേക്കും. താവേ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൊച്ചുമക്കൾ, ഞങ്ങൾക്കുള്ള സകലതും വിടുവിക്കപ്പെടും. എൻ്റെ നാമത്തെ ഉയർത്തും, എൻ്റെ നാമത്തിലൂടെ നിൽക്കും. വിശ്വസിച്ച് സ്തോത്രം ചെയ്തു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ